ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നടന്ന സെയിൽസ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹിന്ദി പാർട്ട് നമുക്ക് നോക്കാം. ഹിന്ദിയിൽ നിന്ന് 10 ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിമ്ന में से തത്വവ് ശബ്ദ कौन सा है? തന്നിരിക്കുന്നതിൽ തത്വവ് ശബ്ദം ഏതാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ ആഗ്, ഓപ്ഷൻ ബി അസ്രു, ഓപ്ഷൻ സി കമൽ, ഓപ്ഷൻ ഡി ഉജ്ജ്വൽ. തന്നേക്കുന്നതിൽ തത്വവ് ശബ്ദ ആഗാണ്. ആഗ്, അഗ്നിയിൽ നിന്നാണ് ആഗ് ഉണ്ടായിരിക്കുന്നത്. ഓപ്ഷൻ എ ആഗ് തത്വവ് ശബ്ദമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, निम्नलिखित में से किसमें संप्रदान कारक का प्रयोग हुआ है? ऑप्शंस: ऑप्शन ए पेड़ से पत्ता गिरा, ऑप्शन बी गोपाल ने गरीबों को भोजन दिया, ऑप्शन सी राजू ने खाना खाया, ऑप्ഷൻ ഡി मैंने पुस्तक पढ़ी. തന്നേക്കുന്നതിൽ സമ്പ്രദാൻ കാരക് ഏതിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് സമ്പ്രദാൻ കാരക്. ഗോപാലിനെ ഗരീബോങ്കോ ഭോജൻ ദിയ, അവിടെ കോ വന്നേക്കുന്നുണ്ടോ, അത് സമ്പ്രദാൻ കാരക്. क्वेश्चन नंबर 3, इनमें से किस वाक्य में अकर्मक क्रिया का प्रयोग किया गया है? തന്നേക്കുന്നതിൽ അകർമ്മക ക്രിയ ഏതിലാണ് പ്രയോഗിച്ചിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഉസ്നെ പുസ്തക് പഠി, ഓപ്ഷൻ ബി കിസാൻ ഫസൽ കർ രഹാ ഹേ, ഓപ്ഷൻ സി രാധ टीवी देखती है, ഓപ്ഷൻ ഡി മസ്ദൂർ ഗഹരി നീന്ത് മേ സോ രഹാ ഹേ. തന്നേക്കുന്നതിൽ അകർമ്മക ക്രിയ ഏതിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മസ്ദൂർ ഗഹരി നീന്ത് മേ സോ രഹാ ഹേ. ക്വസ്റ്റ്യൻ നമ്പർ 4, പേട് ശബ്ദ കാ ബഹുവചൻ ക്യാ ഹേ? പേടിൻ്റെ ബഹുവചൻ ഓപ്ഷൻ വായിക്കേണ്ട കാര്യമില്ല. ഓപ്ഷൻ എ ആണ് പേട്. പേട് തന്നെയാണ് പേടിൻ്റെ ബഹുവചൻ. ക്വസ്റ്റ്യൻ നമ്പർ 5, सबॉर्डिनेट शब्द का हिंदी പാരിഭാഷിക് ശബ്ദ कौन सा है? സബോർഡിനേറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഹിന്ദി പാരിഭാഷിക് ശബ്ദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഉത്തരാധികാരി, ഓപ്ഷൻ ബി സഹായക്, ഓപ്ഷൻ സി അധീനസ്ഥ്, ഓപ്ഷൻ ഡി പാലൻകർത്ത. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അധീനസ്ഥ്. സബോർഡിനേറ്റിൻ്റെ പാരിഭാഷിക് ശബ്ദമാണ് അധീനസ്ഥ്. ക്വസ്റ്റ്യൻ നമ്പർ 6, നിമ്ന में സ്ത്രീലിംഗ ശബ്ദ कौन सा है? സ്ത്രീലിംഗ ശബ്ദ എഴുതാൻ വേണ്ടിയാണ്. ഓപ്ഷൻ എ ദേഹി, ഓപ്ഷൻ ബി അഹിംസ, ഓപ്ഷൻ സി മൗന്, ഓപ്ഷൻ ഡി വേഗ്. തന്നേക്കുന്നതിൽ സ്ത്രീലിംഗ ശബ്ദ ഓപ്ഷൻ ബി ആണ് അഹിംസ. അപ്പോൾ ബാക്കിയെല്ലാം പുല്ലിംഗാണ്. ദേഹി, മൗന്, വേഗ് എല്ലാം പുല്ലിംഗാണ്. സ്ത്രീലിംഗ ശബ്ദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി അഹിംസ. ക്വസ്റ്റ്യൻ നമ്പർ 7, ഉദ്योग में कौन सा ഉപസർഗ് ലഗാ ഹെ? ഉദ്योग എന്നുള്ളതിൽ ഏതാണ് ഉപസർഗം? ഉദ് ആണ്. ഓപ്ഷൻ എ ആണ് ഉദ്. ഉ താഴെ അടിയിലെ വെട്ട് ഉദ്. ഉദും കൊടുത്തിട്ടുണ്ട്, ദായും കൊടുത്തിട്ടുണ്ട്. ഉദ് ഉണ്ട്. ഒരു ബി ഓപ്ഷൻ. സി ഓപ്ഷൻ ഉ ആണ്. ഡി ഓപ്ഷൻ ഉന് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഉത്ത്. ഉദ്യോഗിൽ ഉദ്ദാണ്. ഉ ത, ഫസ്റ്റ് ത, തോത്ത എന്നുള്ള ത. ഓപ്ഷൻ എ. क्वेश्चन नंबर 8, निम्नलिखित में से कौन सा शब्द വ്യക്തിവാചക് സംജ്ഞ ഹെ? സംജ്ഞയുടെ ക്ലാസ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. തന്നേക്കുന്നതിൽ വ്യക്തിവാചക് സംജ്ഞ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ്: ഓപ്ഷൻ എ മാനവ്, ഓപ്ഷൻ ബി ബച്പൻ, ഓപ്ഷൻ സി പർവ്വത്, ഓപ്ഷൻ ഡി ഹിമാലയ്. അപ്പം തന്നേക്കുന്നതിൽ നമുക്ക് നോക്കിയാൽ മതിയല്ലോ അല്ലേ. പേരായിട്ട് വരുന്നത് എന്താണ്? ഹിമാലയാണ്. പർവ്വത് ഒരു ഓപ്ഷനുണ്ട്. പർവ്വത് എന്ന് പറയുന്നത് അതിൻ്റെ ജാതിവാചകമായിട്ട് വരും. തന്നേക്കുന്നതിൽ വ്യക്തിവാചക് സംജ്ഞയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഹിമാലയാണ്. ബാക്കി മാനവ്, ബച്പൻ എന്ന് പറയുന്നത് ഏതാണ്? കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഓരോ സംജ്ഞയും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ തന്നേക്കുന്നതിൽ കറക്റ്റ് ആൻസർ ഹിമാലയ്. വ്യക്തിവാചക് സംജ്ഞ ഹിമാലയാണ്. ഓപ്ഷൻ ഡി. क्वेश्चन नंबर 9, കാലിമ ശബ്ദ में किस प्रत्यय का प्रयोग हुआ है? കാലിമ എന്ന് പറയുന്ന ശബ്ദത്തിൽ ഏത് പ്രത്യയമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ മാ, ഓപ്ഷൻ ബി ആ, ഓപ്ഷൻ സി ഇ, ഓപ്ഷൻ ഡി ആ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആ. കാലിമായിൽ ആ എന്ന പ്രത്യയമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10, अनेक छात्र दिल्ली चले गए.
വാക്യ में कौन सा विशेषण है വിശേഷണം നമ്മൾ ക്ലാസ് ഇട്ടിട്ടുള്ളതാണ്. അനേക ഛാത്ര ദില്ലി ചലേ ഗയേ ഇതിലേത് വിശേഷണമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ അനിശ്ചിത പരിമാൺവാചക്, ഓപ്ഷൻ ബി അനിശ്ചിത സംഖ്യാവാചക്, ഓപ്ഷൻ സി നിശ്ചിത സംഖ്യാവാചക്, ഓപ്ഷൻ ഡി നിശ്ചിത പരിമാൺവാചക്. ഏതാണ്? അനേക ഛാത്ര ദില്ലി ചലേ ഗയേ എന്നാണ്. അപ്പം അനേക്, അപ്പം അനിശ്ചിത് സംഖ്യാവാചക്, ഓപ്ഷൻ ബി. അപ്പം ഇതാണ് ഹിന്ദിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ഇന്ന് നടന്ന സെയിൽസ് അസിസ്റ്റൻ്റ് എക്സാമിൽ. ഓക്കെ, താങ്ക് യു.